പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിനെ കൊടുക്കും. ഇപ്പൊ ഞാൻ ഇൻപുട്ട് ആയിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റിനെ കൊടുക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ആയിട്ട് വരും. സോ ഇതാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, POP എന്ന് പറയും. ഇനി ഒന്ന് ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രൊസീജിയർ ഓറിയന്റഡ് പറഞ്ഞു വെച്ചാൽ പൈത്തോൺ, സി, ഇതൊക്കെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് കമ്പയർ എന്താ ചെയ്യാ ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡിനെ വായിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ പണി. ഓക്കെ, ഓബ്ജക്റ്റ് ഓറിയന്റഡിൽ എന്താ ചെയ്യാ ഓബ്ജക്റ്റ് ഓറിയന്റഡ് പറഞ്ഞു വെച്ചാൽ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അങ്ങനെ പറയാം. ഇതിൽ വന്നിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും, അതിലുള്ള ഓബ്ജക്ട്സും ഫങ്ഷൻസും മെത്തഡ്സും ഇതൊക്കെ വന്നിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ജാവ എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോയി നോക്കാം. സോ ഇതാണ് പ്രോഗ്രാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. എല്ലാ ജാവ പ്രോഗ്രാമിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്നാണ് തുടങ്ങേണ്ടത്. ഫസ്റ്റ് ക്ലാസ് വരും, അടുത്തത് ക്ലാസിന്റെ പേര്. ഇപ്പൊ ഞാൻ ഇവിടെ സൊല്യൂഷൻ എന്നാണ് പേര് കൊടുത്തിരുന്നത്. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വെക്കാം. ഹലോ എന്ന് വെക്കാം, ഹലോ വേൾഡ് എന്ന് വെക്കാം, അതുപോലെ എന്ത് പേര് വേണമെങ്കിലും വെക്കാം. ഓക്കെ, സോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസും ക്ലാസിന്റെ പേരൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വന്നിട്ട് മെയിൻ ഫംഗ്ഷൻ ഇടണം. മെയിൻ ഫംഗ്ഷൻ പറഞ്ഞാൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ഇത് ഫുൾ ആയിട്ട് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മെത്തഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ തന്നെ മെയിൻ എന്ന് പറഞ്ഞിട്ട് പേര് വരുന്നുണ്ട്. എല്ലാ ജാവ പ്രോഗ്രാമിലും ഈ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. സെക്കൻഡ് ലൈനായിട്ട് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഉണ്ടാവും. ഓക്കെ, എവിടെയൊക്കെ ഉണ്ടാവും. ഈ എവിടെയാണ് ഈ ലൈൻ ഉള്ളതോ അവിടെ നിന്നാണ് കമ്പൈലർ പ്രോഗ്രാമിനെ റീഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മെത്തഡ് ഇതിന്റെ ജോലി എന്താ വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നില്ലേ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതിന്റെ പണി. ഇപ്പൊ ഞാൻ ഇൻപുട്ട് ആയിട്ട് ഹലോ വേൾഡ് ആണ് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോ ഈ ഹലോ വേൾഡിന് ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞാണ്, എനിക്ക് ഔട്ട്പുട്ടില് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. out.println എന്ന് പറഞ്ഞു വെച്ചാൽ ഇതാണ് ഔട്ട്പുട്ടില് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കിവിടെ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രിന്റ് ആയി വന്നു. സോ ഇതാണ് വന്നിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി ഒരു ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഈ സെമിക്കോളൻ ഇല്ലേ, ഈ സെമിക്കോളന് സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ എന്ന് പറയും. ഇപ്പോ പ്രോഗ്രാമിന് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, ഞാൻ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു അങ്ങനെ പറഞ്ഞു തരുന്നത് ഈ ടെർമിനേറ്റർ ആണ്, ഈ സെമിക്കോളൻ ആണ്. ഓക്കെ, അതേപോലെ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ H എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഈ E എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. സോ ഇതുണ്ട് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. എല്ലാ സ്ട്രിങ്ങും ഈ ഡബിൾ കോട്ട്സിലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഡബിൾ കോട്ട്സിൽ എല്ലാ സാധനവും സ്ട്രിങ് ആണ്. ഇപ്പോ ഫോർ എക്സാമ്പിളിന് ഞാൻ ഈ സ്ഥലത്ത് 1+2 എന്നിടാണ്. ഓക്കെ, ഇപ്പോ ഞാൻ എന്താ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാ ഈ 1+2 പ്രിന്റ് ചെയ്യ്, അതായത് 3 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അതുപോലെ തരില്ല. കണ്ടോ, ഇതുകൊണ്ട് 1+2 അങ്ങനെ പറഞ്ഞിട്ട് അതേ ഞാൻ എന്താ കൊടുത്തനോ അതേ തന്നെ എനിക്ക് പ്രിന്റ് ആക്കാൻ ചെയ്തത്. ഇത് എന്തിനാ അതുപോലെ എടുത്തെന്ന് വെച്ചാ ഞാൻ ഇത് ഡബിൾ കോട്ട്സ് ഇട്ടു. സോ അത് കണ്ടിട്ട് സ്ട്രിങ് ആയിട്ട് ഇതിനെ എടുത്തു. ഓക്കെ, ഇതിനൊരു സെന്റൻസ് ആയിട്ട് എടുത്തു. പക്ഷെ ആക്ച്വലി ഇത് വന്നിട്ട് ഇന്റീജേഴ്സ് ആണ് ഇതിലുള്ളത്. ജാവ പ്രോഗ്രാം ഡബിൾ കോഡ്സ് എഴുതി ഇന്റീജർ ആണോ, സ്ട്രിങ് ആണോ, ക്യാരക്ടർ ആണോ, ഫ്ലോട്ട് ആണോ അതൊന്നും നോക്കില്ല. ജസ്റ്റ് ഡബിൾ കോഡ്സ് എഴുതി എന്താണെങ്കിലും അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് ഇതിന്റെ ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇതെന്നാ ഞാൻ ഇപ്പൊ ഈ ഡബിൾ കോഡ്സ് അഴിക്കാം.
അപ്പൊ എന്താവും? അപ്പൊ ഇവിടെ എനിക്ക് 3 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയി. ഓക്കെ, ഇപ്പൊ ഇത് വന്നിട്ട് ഇന്റീജേഴ്സ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് 3 എന്ന് പ്രിന്റ് ആയി. സോ ഇതാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അതേപോലെ ഇവിടെ പബ്ലിക്കിനും സ്റ്റാറ്റിക്കിനും വോയിഡിനും മെയിനും എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ലൈക്ക് ജാവ ഭയങ്കര പാടാണ് അങ്ങനെയൊക്കെ തോന്നും. അത് ആക്ച്വലി ജാവ പാടൊന്നുമല്ല, ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് പഠിക്കണം.